യാ ശൈഖീ, ഞങ്ങൾ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. എന്റെ ഉമ്മാന് പെട്ടെന്നാണ് അതാ അവര് ചരിക്കുന്നില്ല, നടക്കുന്നില്ല. അതാ കരുനാഗപ്പള്ളിയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഡോക്ടർമാര് പറഞ്ഞു, ഇനി ഒരിക്കലും നിങ്ങളുടെ ഉമ്മ നടക്കുകയില്ല, ചരിക്കുകയില്ല. അത് കേട്ടപ്പോൾ വേദന കൊണ്ടുപോയി. അങ്ങനെ ആ വേദനയോടുകൂടി CM വലിയുള്ളാന്റെ ദർബാറിൽ നിന്ന് ഒരു പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ച് കൊല്ലത്തു നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിൻ കയറി വന്ന സാധുക്കളായ മുതഅല്ലിമീങ്ങളാണ് ശൈഖന. അവിടുന്ന് ഞങ്ങൾക്കൊന്ന് പരിഹാരം തരണേ, ഞങ്ങളെ ഉമ്മാന്റെ അസുഖമൊന്ന് മാറ്റിത്തരണേ. ശൈഖുനാന്റെ പ്രവചനം വരുന്നു, ശൈഖുന പ്രഖ്യാപിക്കുന്നു, മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട, ഉമ്മാന്റെ അസുഖം ഞാൻ മാറ്റിയിരിക്കുന്നു, നിങ്ങൾക്ക് പോകാം. എത്ര വലിയ സങ്കടമുള്ള സമയത്തോ, എത്ര വലിയ വേദനയുള്ള സമയത്തോ ഉമ്മ, പെങ്ങളെ, സഹോദരാ, നിങ്ങൾ വിളിച്ചോ, യാ ശൈഖനാ യാ മടവൂർ. നിങ്ങൾ ഓടി വന്നൊരു പിതാവിനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ, ഒരു ജ്യേഷ്ഠനെ പോലെ, അതാ സ്വന്തത്തെ പോലെ ഓടി വന്ന് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്ന ശൈഖുനാന്റെ മജ്‌ലിസ് ഷെയർ ചെയ്തോ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഖുതുബുൽ ആലം CM വലിയുള്ളാഹി മടവൂര് തങ്ങളുപ്പാപ്പ വലിയ കറാമത്തിന്റെ ഉടമയാണല്ലോ. അതാ ബഹുമാനപ്പെട്ട സമദുസ്താദും സലാമുസ്താദും ഉമ്മാനെ അതാ കരുനാഗപ്പള്ളിയിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഡോക്ടർമാര് ചെക്ക് ചെയ്തിട്ട് പറയുന്നു, ഉമ്മായ വീട്ടിലേക്ക് കൊണ്ടുപോകാം, ഉമ്മാക്ക് ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റുകയില്ല, ഉമ്മാന് ഇനി സംസാരിക്കാൻ പറ്റുകയില്ല. സുബ്ഹാനല്ലാഹ്. ഈ രണ്ട് ഉസ്താദുമാരും ഇത് കേട്ടിട്ട് വേദനക്കൊള്ളുകയാണ്, വേദനിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അബ്ദുസ്സലാം ഉസ്താദിന് മടവൂർ ശൈഖുനാന് വലിയ പരിചയമില്ലെങ്കിലോ, ഏതൊക്കെയോ ആളുകളുടെ ചാരത്ത് നിന്ന് ഏതൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടല്ലാതെ ശൈഖുനാനെ കുറിച്ച് വലിയ പരിചയമില്ല. അതാ കോഴിക്കോട് ഇടിയങ്ങരയില് മൂപ്പന്റെ വീട്ടിൽ CM വലിയുള്ള ഉണ്ടെന്നുള്ള വിവരം കിട്ടുകയാണ്. അതാ സലാമുസ്താദോ സമദുസ്താദോ അതാ കൊല്ലത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഇടിയങ്ങര മൂപ്പന്റെ വീട്ടിലേക്ക് ട്രെയിൻ കയറുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇടിയങ്ങര മൂപ്പന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. സുബ്ഹാനല്ലാഹ്. അവിടെ ചെന്നപ്പോൾ വലിയ ക്യൂവാണ്. ആയിരക്കണക്കിന് ആളുകളുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജീവിച്ചിരിക്കുമ്പോഴും അതാ അവിടുത്തെയുടെ വഫാത്തിന് ശേഷവും അവിടുത്തെ എന്ത് വേദന പറഞ്ഞാലോ, എന്ത് വിഷമം പറഞ്ഞാലോ ശൈഖുനാ മടവൂർ അതാ അവരുടെ പ്രശ്നങ്ങൾ നോക്കിക്കണ്ട് പരിഹരിച്ചു കൊടുക്കുകയാണ്. രോഗങ്ങൾ ഒറ്റ വാക്കിലൂടെ, ഇനി നിങ്ങൾക്ക് ആ രോഗം വേണ്ട, ഞാനത് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിക്കൊടുക്കുകയാണ്. അതാ ഈ രണ്ട് ഉസ്താദുമാരും അവിടെ ചെന്നപ്പോ അതാ വല്ലാതെ വിഷമിക്കുകയാണ്. പടച്ചവനെ, എനിക്കിന്ന് അതാ ശൈഖുനാനെ കാണാൻ പറ്റുകയില്ലേ, എന്റെ ഉമ്മാന്റെ വേദന പറയാൻ പറ്റുകയില്ലേ, ഏതായാലും ഭാഗ്യമെന്ന് പറയട്ടെ. ശൈഖുന വിളിക്കുന്നു. ഈ
രണ്ട് ഉസ്താദുമാരും അതാ ശൈഖുനാന്റെ ചാരത്ത് ചെന്നിട്ട് സങ്കടം പറയുകയാണ്. യാ ശൈഖേ, ഞങ്ങൾ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. എന്റെ ഉമ്മാന് പെട്ടെന്നാണ് അതാ അവര് ചരിക്കുന്നില്ല, നടക്കുന്നില്ല. അതാ കരുനാഗപ്പള്ളിയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഡോക്ടർമാര് പറഞ്ഞു, ഇനി ഒരിക്കലും നിങ്ങളുടെ ഉമ്മ നടക്കുകയില്ല, ചരിക്കുകയില്ല. അത് കേട്ടപ്പോൾ വേദന കൊണ്ടുപോയി. അങ്ങനെ ആ വേദനയോടുകൂടി CM വലിയുള്ളാന്റെ ദർബാറിൽ നിന്ന് ഒരു പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ച് കൊല്ലത്തു നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിൻ കയറി വന്ന സാധുക്കളായ മുതഅല്ലിമീങ്ങളാണ് ശൈഖന. അവിടുന്ന് ഞങ്ങൾക്കൊന്ന് പരിഹാരം തരണേ, ഞങ്ങളെ ഉമ്മാന്റെ അസുഖമൊന്ന് മാറ്റിത്തരണേ. ശൈഖുനാന്റെ പ്രവചനം വരുന്നു, ശൈഖുന പ്രഖ്യാപിക്കുന്നു, മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട, ഉമ്മാന്റെ അസുഖം ഞാൻ മാറ്റിയിരിക്കുന്നു, നിങ്ങൾക്ക് പോകാം. സുബ്ഹാനല്ലാഹ്. ഈ രണ്ട് ഉസ്താദുമാരും സുബ്ഹാനല്ലാഹ് ശൈഖുനാന്റെ ഒരൊറ്റ വാക്കിലങ്ങ് ആശ്വാസം കൊള്ളുകയാണ്. ആശ്വാസം കൊണ്ടിട്ട് അതാ ഈ രണ്ട് ഉസ്താദുമാരും വന്ന് കൊല്ലത്തേക്ക് വണ്ടി കയറാൻ പോവുകയാണ്. ഇന്നത്തെ പോലെ പെട്ടെന്ന് ട്രെയിൻ കിട്ടുകയില്ല. മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രെയിൻ കിട്ടുന്നത്. കരുനാഗപ്പള്ളിയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉമ്മ അഡ്മിറ്റാണ്. ഏതായാലും അവർ ഏതെങ്കിലും ലോറിയും ബസ്സൊക്കെ കൈ കാണിച്ച് കൊല്ലത്ത് കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോ, ഉമ്മ കിടക്കുന്ന റൂമിലേക്ക് എത്തുമ്പോ ഉമ്മ എഴുന്നേറ്റിരിക്കുകയാണ്. ഉമ്മ പറയുന്നു, മക്കളെ എന്തിനാണ് ഈ ഹോസ്പിറ്റലിൽ ഇനി നമ്മൾ നിൽക്കുന്നത്? എന്റെ രോഗങ്ങളെല്ലാം മാറിപ്പോയി. CM വലിയല്ലാഹി കാന അളീമാ ഫബിജാഹി ഇർഹം കുല്ലനാ തർഹീമാ. ഈ കറാമത്തിന്റെ ഉടമയാണ് മടവൂരിലെ മണിമുത്തായ അതാ മദീനയിലേക്ക് മാനസങ്ങളുടെ ഹൃത്തടങ്ങളിലെ അകത്തളങ്ങളിലേക്ക് അതാ ഇഷ്ക് നുകർന്നു തരുന്ന മടവൂരിന്റെ മണിമുത്തിന്റെ കറാമത്ത്. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ ഒരുപാട് പേര് തളർന്നു കിടക്കുന്നവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്. റബ്ബേ, എല്ലാവർക്കും നീ വലിയ പരിഹാരം കൊടുക്കണേ അല്ലാഹ്. കമ്മരീലിൻ ഖദ് അതാഹു കാമിലു ശിഫാ ബികും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ മടവൂർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ രോഗത്തിനും അവിടുന്ന് പരിഹാരമാണ്. സുബ്ഹാനല്ലാഹ്.